ഹായ് ഫ്രണ്ട്സ്, ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബീട്രൂട്ട് ലിപ് ബാം ഉണ്ടാക്കിയാലോ. ഇപ്പോഴത്തെ മഞ്ഞുകാലത്തിന് ഇത് വളരെ നല്ലതാണ്. ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി കഴുകി എടുത്തിരിക്കുകയാണ്. ഇതിനെ നമ്മൾക്ക് ഒന്നുകിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് എരിഞ്ഞ് മിക്സിയിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ബീട്രൂട്ടെല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു തുണിയിൽ വെച്ച് അരച്ചെടുക്കാം. അരിപ്പയിൽ വേണമെങ്കിൽ വെച്ച് അരച്ചെടുക്കാം, പക്ഷേ എളുപ്പം തുണിയിൽ വെച്ച് അരച്ചെടുക്കുന്നതാണ്. അതിനെ ഞാനൊരു കോട്ടൺ തുണിയിലേക്ക് മാറ്റിയാണ്. ഇതിന്റെ നീര് മാത്രം മതി. ഇതിലൊരു ശകലം പോലും വെള്ളം ചേർത്തതല്ല, ഇത് മുഴുവൻ ബീട്രൂട്ടിന്റെ നീരാണ്. നമ്മൾക്ക് ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തു. അതല്ല, കട്ടിയുള്ള ഒരു ചീനച്ചട്ടി ആയാലും മതി. അതിലേക്ക് നമുക്കിതിൻ്റെ സത്തൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ചുണ്ട് വിണ്ടു കീറുന്നത് തടയുവാനല്ല ഈ നെയ്യ് വളരെ നല്ലതാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ലിപ്സ്റ്റിക് ഇടുവാൻ വളരെ ഇഷ്ടമാണ്. ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കൊടുക്കുകയും ഇട്ട് കൊടുക്കാനും പറ്റും. ചെറിയ തീയിലിട്ട് വേണം കുറുക്കിയെടുക്കുവാൻ. ഇതിന്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ സൈഡെല്ലാം കരിഞ്ഞു പിടിക്കും. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. നമുക്കൊരു ചെറിയ ടിന്നിലേക്ക് മാറ്റാം. ഇതിന് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർക്കാം. വൈറ്റമിൻ ഇ ചുണ്ടുകൾ ഡ്രൈ ആവാതിരിക്കാൻ സഹായിക്കും. അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ഗ്ലിസറിനും കൂടി ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇപ്പോൾ തന്നെ നല്ലൊരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇത് നമ്മൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ധൈര്യമായി ഉപയോഗിക്കാം. യാതൊരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ ഇത് 1-2 മാസത്തോളം കേടുകൂടാതിരിക്കും. രാത്രി അപ്ലൈ ചെയ്തുകൊണ്ട് കിടന്നാൽ രാവിലെ നമുക്ക് ചുണ്ടുകൾക്ക് വളരെ നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു കളർ കിട്ടുകയും ചെയ്യും. ചുണ്ടുകൾക്കുണ്ടാകുന്ന വരൾച്ചയെല്ലാം മാറി കിട്ടുകയും ചെയ്യും.